സുഖാണോ? ഇത് നല്ല സുഖം കിട്ടി. 5 കസ്റ്റമറെ കിട്ടി രാവിലെ എഴുന്നേറ്റപ്പം. അലക്കയുടെ മൂഡ്. 5 കസ്റ്റമർക്ക് ഇത്രയും ഉണ്ട് കേട്ടാ. ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ചുരുണ്ടി കുടിക്കിടന്നു. ഇങ്ങനെ തൊട്ടും തലോടി ഇത്രയും വലിയ സാധനമാണ് 5 പേരുടെയും. ഭയങ്കര വണ്ണം. ഈ കുപ്പിയുടെ അത്ര വലിപ്പമുണ്ട്. എന്നിട്ട് ഇതുമ്പോൾ ഇങ്ങനെ നിവർത്തി പിടിച്ച് തല ഇങ്ങനെ അത് ചാഞ്ഞ് കിടന്നു. ഇങ്ങനെ പതുക്കെ പതുക്കെ തലോടി ഇങ്ങനെ കൊടുത്തു. ആ കഥ 5 കസ്റ്റമറെ കഥയോ മൂടായിട്ട് പറയാം. 5 കൊള്ളത്തില്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല 5 പേര്. സത്യം 5 പേര് എനിക്കിഷ്ടമായില്ല. കാഞ്ചായിട്ടാ സുഖം 5 പേരുടെ സാധനം വലുതാണെങ്കിലും മുടി ഇവിടെയൊക്കെ കാട്. ഓരോരുത്തരാണെങ്കിൽ ഇത്രയും കാട്. ആന്ന് ഹലോ എന്താ ഒരു കൈയുടെ പോക്ക്? ഓ എനിക്ക് ജയാറെ ചിരിപ്പിക്കില്ലേ? ജയാറ് വന്ന് ചിരിപ്പിക്കാൻ. കൈക്കെന്തോ കുഴപ്പം. അവന് ഫോറസ്റ്റിലായിരിക്കും ജോലി. എൻ്റെ പൊന്നുമോനെ അമ്മാതിരി കാട്. ഞാൻ വിചാരിച്ച സ്ഥലത്ത് പേനുള്ളി അതിൽ പറക്കിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പേൻ കടിച്ചേനെ. അല്ല ഇങ്ങനെ മുടി വെട്ടാണ്ടൊക്കെ വരുന്ന കണ്ടല്ലേ കസ്റ്റമർ. കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണെങ്കിൽ ഒരു കസ്റ്റമർ വന്നേ. എന്താ നീറ്റ്, അടിപൊളി കസ്റ്റമർ, നല്ല നീറ്റ്. പക്ഷെ സാധനം പോരാ. എനിക്ക് നീട്ടുള്ളത് ഇഷ്ടമല്ല. എനിക്ക് നല്ല നീണ്ടത് ഇഷ്ടമല്ല. കാട്. എന്നാലും രാവിലെ കൊമ്പന്മാരെ കാണാൻ പറ്റിയല്ലോ. അപ്പോൾ ഇന്ന് പൂരമായിരുന്നല്ലേ? പൂരമായിരുന്നോ? തൃശ്ശൂർ പൂരം നടന്നില്ല ഇന്ന് രാവിലെ. 5 കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരാൾ 5 മണിക്ക് വന്നു രാവിലെ, ഒരാൾ 6:30 വന്നു, ഒരാൾ 8:30 വന്നു, ഒരാൾ 10:30 വന്നു, ഒരാൾ ഇതപ്പോൾ കുറച്ച് മുന്നേ വന്നു പോയി. 5 പേരെ ഉണ്ടായത്. സുഖിച്ചോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, നല്ല സുഖം കിട്ടി. ചേച്ചി ചെറുപഴമാണ് ഇഷ്ടം. അയ്യപ്പാണ് എനിക്കൊന്നും വേണ്ട ചെറുപഴം. ചേച്ചിക്ക് അയ്യോ എനിക്ക് ചെറുപഴത്തിനോട് താല്പര്യമില്ല. ചെറുപഴം എന്ത് കാണിക്കാനാ? ഒരാണായി കഴിഞ്ഞാൽ അവന് അത്യാവശ്യം നല്ല വലിപ്പവും നീളമൊക്കെ ഉണ്ടാവണം. ഓക്കെ, അതാണ് ഒരാണ്. എന്നിട്ട് ഇത്രയൊക്കെ ഇട്ടായിട്ട് എന്ത് കാര്യം? ഒരു രസമില്ല. നല്ല വണ്ണം ഉള്ളതാണ് നല്ലത്.